ജെൻസന്റെ മരണവാർത്ത കേരളം ഒന്നാകെ ഒരു വല്ലാത്ത സങ്കടത്തിലേക്കാണ് പോയത്. നമ്മൾ കണ്ടു, എല്ലാവരും ഓൾമോസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഫഹദ് ഫാസിലാണെന്നുണ്ടെങ്കിലും ഈവൻ രാഹുൽ ഗാന്ധിയാണ്, ഓൾമോസ്റ്റ് എല്ലാവരും വയനാട് ആ ഒരു ദുരന്തം നടന്നതിന് ശേഷം പിന്നെ ഒരു പ്രതീക്ഷ, സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഹോപ്പ് തന്നെയായിരുന്നു. ജെൻസൻ്റെയും ശ്രുതിയുടെയും റിലേഷൻ മുന്നോട്ട് പോകുന്നു, വരെ കല്യാണമാവുന്നു, ഒരു ഡ്രീമാണ്, ഭയങ്കരമായിട്ട് ഒരു ഹോപ്പാണ്, ഒരു ഡ്രീമാണ്. ഇത് കാര്യങ്ങൾ പെട്ടെന്നാണ് മാറി പറഞ്ഞത്. ജെൻസണും ഫാമിലിയും യാത്ര ചെയ്തിരുന്ന ഒമിനി ഒരു സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ലേറ്റർ ഓൺ ന്യൂസ് വരുന്നു ജെൻസൺ മരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പറയുമ്പോൾ പലരും ചിലപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നിനക്ക് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നീ ദൈവത്തിൽ വിശ്വസിക്കേണ്ട, ഞങ്ങൾ വിശ്വസിക്കുക, അങ്ങനെ പല ടൈപ്പ് കമൻറ്റുകളും ഇതിനടിയിൽ വരാം. പിന്നെ കുറച്ച് മീഡിയക്കാരുടെ പരിപാടികളും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഞാനിത് ഇന്നലെ പറയണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാരണം അത്രയും സങ്കടവും അത്രയും ആളുകൾ റെസ്പോണ്ടും ചെയ്യുന്നൊരു സമയത്ത് ഞാനിനിയിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക, ഒരു കല്യാണത്തിൻ്റെ കാര്യം ഞാൻ അവരെപ്പോലും എന്താ പറയുക ഡയറക്റ്റ്ലി ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ എന്താ പറയുക ഒരു കോമൺ തിങ് പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് അത് എൻ്റെ തലയ്ക്ക് കൊടുന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനിടയിൽ ഇത് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം തള്ളി വെച്ച് ഇന്നത്തേക്ക് കുറച്ച് കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ജെൻസൺ മരിച്ചു. ഓക്കെ, ഇനി എന്ത്, ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയും ഇല്ല. എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആ ഒരു വാർത്ത നമുക്ക് കാണാം. വിധി ചിലപ്പോൾ ക്രൂരമാണ്. എന്തിനെന്നറിയാതെ ചിലരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത്തരമൊരു ജീവിതമായി പോയി ശ്രുതിയുടേത്. ഒരു മാസം മുൻപ് വരെ അവൾക്കെല്ലാം ഉണ്ടായിരുന്നു. ചുറ്റിലും ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, സഹോദരി. പക്ഷേ ആ പാതിരാമഴയിൽ ഒലിച്ചുപോയ നൂറുകണക്കിന് ജീവനുകളിൽ ശ്രുതിയുടെ പ്രിയപ്പെട്ടവരുമുണ്ടായിരുന്നു. കുടുംബത്തിലെ 9 പേരെയാണ് അന്ന് ആ പെൺകുട്ടിക്ക് നഷ്ടമായത്. ഒപ്പം ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങളും. 10 വർഷത്തെ പ്രണയം സഫലമാവാൻ മാസങ്ങളുടെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് സർവവും ഉരുളെടുത്തത്. ദുരന്തത്തിന് 1 മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വിവാഹ നിശ്ചയം. അതേ ദിവസം തന്നെയായിരുന്നു ആ വീടിന്റെ പാലുകാച്ചലും. കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ടാണ് നമ്മൾ നീട്ടി വെച്ചത്, ഡിസംബർ 26 പിന്നെ അത്രയും നീട്ടണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട, നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടത്താന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായായി നിന്ന ശ്രുതിയെ ജിൻസൺ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്നതായിരുന്നു വാക്ക്. ആർഭാടങ്ങളില്ലാതെയാണെങ്കിലും വിവാഹം നടത്തി അവളെ കൂടെ കൂട്ടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ. ഇനി അവളെ തനിച്ചാക്കില്ല, മരണം വരെയും കൂട്ടുണ്ടാകുമെന്നാണ് അന്ന് അയാൾ പറഞ്ഞത്. മാത്രമല്ല, ശ്രുതിക്ക് നല്ലൊരു ജോലി വേണം. തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അവൾ തകർന്നു പോകരുതെന്ന് പറയുമ്പോൾ അയാൾ അറിഞ്ഞില്ല ആ വാക്കുകൾ അറം പറ്റിപ്പോയെന്ന്. നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവളിന് ഒറ്റയ്ക്കാവാൻ പാടില്ല. ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പം ഞാനും പറഞ്ഞല്ലോ, എൻ്റെ ഈ ഹൈറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ്. കുറേ വട്ടം ഞാൻ അതിൽ കാല് തെന്നിയിട്ടുമുണ്ട്, താഴേക്ക് വീണിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം, എത്ര കാലം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇവളിനി തനിച്ചാവരുത്. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ മോഹങ്ങൾക്ക് മേലെയാണ് കഴിഞ്ഞ ദിവസം ആ വാഹനാപകടം എന്നേക്കുമായി ഇരുൾ വീഴ്ത്തിയത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജിൻസൺ ഇന്നലെ രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രുതി. ഒരർത്ഥത്തിൽ ജിൻസൺ വാക്കുപാലിച്ചു. മരണം വരെയും ശ്രുതിയെ നോക്കുമെന്ന വാക്ക്. പക്ഷേ ആ കാലത്തിന് ഒട്ടും ദൈർഘ്യമില്ലാതെ പോയി. അപകട വാർത്ത അറിഞ്ഞതു മുതൽ അവരെ നേരിട്ടറിയാത്തവർ പോലും ജിൻസൺ തിരികെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥനയിൽ അവർക്കും ഇടം നൽകിയിരുന്നു. പക്ഷേ എല്ലാം വിഫലമായി. ഒന്നിന് പിന്നാലെ ഒന്നൊഴിയാതെ എത്തുന്ന ദുരന്തം നേരിടാൻ ആ പെൺകുട്ടിക്ക് മനസാന്നിധ്യം ഉണ്ടാകണേ എന്ന് പ്രത്യാശിക്കാം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ശ്രുതിയും ജിൻസണും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കണ്ട് ആ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ കേരളം മാറി ഇവരുടെ കല്യാണം കഴിയേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ട സിറ്റുവേഷനായിരുന്നു. വെരി അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ. ജിൻസൺ ഇപ്പം നിങ്ങൾ കണ്ട പോലെ കുറേ ഇൻ്റർവ്യൂസിൽ
ജിൻസൺ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ജിൻസൻ്റെ കാലശേഷം, അതായത് ടു യങ് അപ്പം തന്നെ എൻ്റെ കാലശേഷം എന്ന് ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എവിടെയോ ഒരു ലൈക്ക് എവിടെയോ ജിൻസൻ്റെ ഒരു തോന്നൽ എപ്പോഴോ ഉണ്ട് തോന്നുന്നു മനസ്സിനകത്ത്, എന്തോ സംഭവിക്കും എന്നുള്ളൊരു തോന്നൽ. ആൻഡ് ഇവിടെ ഞാൻ ആ അപകടത്തിൻ്റെ വിഷ്വൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. ആ ബസ്സിനകത്ത് നിന്ന് എടുത്ത CCTV വിഷ്വൽ. നല്ല മഴയത്താണ് പോകുന്നത് ആൻഡ് ഒമിനിയാണ്, പഴയ വണ്ടിയാണ്, പഴയ ഒമിനിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കണം, ഒരു ആംബുലൻസ് പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ. സോ ആംബുലൻസ് ഓൾമോസ്റ്റ് ബസ്സിനോട് ചാരിയിട്ടാണ് പോകുന്നത്. കാരണം ആംബുലൻസ് ആകുമ്പോൾ അറിയാലോ രോഗീനെ പെട്ടെന്ന് എത്തിക്കണം. സോ ബസ്സൊക്കെ ഒന്ന് സൈഡാക്കും, ബാക്കി വണ്ടികൾ സൈഡാക്കുമ്പോൾ ആംബുലൻസ് കുറച്ച് സ്പീഡ് പോകും. പൊതുവേ ആംബുലൻസ് ഇങ്ങനെ പോകുമ്പോൾ ആംബുലൻസിൻ്റെ പിന്നിൽ പിടിച്ച് ആംബുലൻസിന് പോകുമ്പോൾ എല്ലാവരും വഴി വിട്ടു കൊടുക്കും. സോ ആംബുലൻസിനേക്കാൾ കുറച്ചും കൂടി ഒരു സ്പീഡിൽ ലൈക്ക് ബാക്കിൽ നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി വണ്ടികൾ മാറി നിൽക്കില്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്യാപ്പ് കൂടി കയറി പോകാന്നുള്ള മൈൻഡ് പല ഡ്രൈവർമാർക്കും വരും. എനിക്കറിയില്ല ജിൻസൺ അങ്ങനെ വന്നോ ഇല്ലെന്ന്, കാരണം ജിൻസൻ്റെ വണ്ടി വരുന്ന വരവ് ബാക്കിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതായത് ആംബുലൻസ് പോയ ആ ഗ്യാപ്പ് കൂടി മെല്ലെ അങ്ങോട്ട് കയറി പോകാമല്ലോ എന്ന് വിചാരിച്ച് പാവം വണ്ടി എടുത്തതായിരിക്കും. നല്ല മഴയാണ്. പിന്നെ ഒമിനി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ആ വണ്ടി ഇപ്പോൾ ബ്രേക്കൊക്കെ എന്താ അവസ്ഥ എന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നോ അറിയില്ല. ബസ്സുകാരൊക്കെ മാക്സിമം സൈഡിലേക്ക് ചവിട്ടി പിടിച്ചതായിരുന്നു. ജിൻസൺ അവിടെ പോയി കയറി കൊടുക്കാനുണ്ടായത്. വണ്ടിയിൽ ഇവർ മാത്രം, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രുതി ഉണ്ടായിരുന്നു. കാലിനൊക്കെ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് ശ്രുതി. ഇത് നടക്കുമ്പോൾ ജിൻസൺ ഈ ഒരു അപകടത്തിൽ പോയ സമയത്ത് അവരറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. സോ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ദൈവം എവിടെ, ലൈക്ക് അങ്ങനെ കുറേ ദൈവത്തിന് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയും, ഇതിൽ ദൈവം നിങ്ങൾ മാറ്റി വയ്ക്കും. മനുഷ്യൻ റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ അപകടം എന്ന് പറഞ്ഞ കാര്യം, നമ്മൾ കെയർഫുള്ളായിട്ടിരുന്നാലും നമ്മളെ കെയർഫുൾ അല്ലെങ്കിലും കെയർലെസ് ആയാലും ഇത് ഇരുമ്പിനും തുരുമ്പിനും ജീവൻ വെച്ച് കൊടുക്കുന്ന സാധനമാണ് ഈ വണ്ടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഏത് സാഹചര്യത്തിലും അവിടുന്ന് കൊടുന്നോ തട്ടോ മുട്ടോ വരാം. നിർത്തിയിട്ട വണ്ടിയിൽ വേറെ ആരെങ്കിലും കൊടുന്ന് തട്ടാം. അതിലൊക്കെ നിങ്ങളിപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, വിധി ദൈവം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വിശ്വസിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻഡ് ഓഫ് ദ ഡേ ഇത് ആർക്കും പറ്റാം. അപകടമാണ്, ആർക്കും എങ്ങനെയും പറ്റാം. ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ മരിച്ചു പോവാം. പിന്നെ അതിലും നിങ്ങൾ ഇപ്പോൾ വിശ്വാസി ആയിരുന്നു കൊണ്ട് വിശ്വാസത്തിൻ്റെ മുകളിൽ ചോദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ വിശ്വാസിയല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്നത് എന്ത് ദൈവം, ഇതാണോ ദൈവം ചോദിക്കാം. ഞാൻ ചോദിക്കുകയും ചെയ്യും, ഇതാണോ ദൈവം? ഓൾറെഡി വലിയൊരു ദുരന്തത്തിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നൊരു കുട്ടിക്ക് വീണ്ടും തലക്കിട്ടൊരു അടി കൊടുക്കുന്നതാണോ ദൈവം ചോദിക്കാം. ബട്ട് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. സംഭവിച്ചു, എന്ത് ചെയ്യാനാണ്? ഞാൻ പറയും, ഈ പയ്യൻ കുറേ ഇൻ്റർവ്യൂവിൽ ഇത് പറയുന്നുണ്ടായിരുന്നു. അന്ന് മുതലുണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെയും പോകില്ല. ഞാൻ ഈ ക്യാമ്പിൻ്റെ ഈ ചുറ്റുവട്ടത്ത് പരിസരത്ത് തന്നെ ഞാനും കളിക്കും. പിന്നെ ഇവിടെ കയറി കിടന്നാലും ഞാൻ കുറച്ച് നേരം താഴെ ഈ ഫേമസ് ബേക്കറിൻ്റെ അടുത്ത് തന്നെ ഒമിനി പോയിട്ട് ഞാൻ കിടക്കും. പിന്നെ ഒന്ന് റെഡിയായി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി ഞാൻ ഫ്രഷായി കുറച്ച് നേരം ഉറങ്ങും. 5 മണിയാകുമ്പോഴത്തേനും തിരിച്ച് ഞാൻ ഇവിടെ എത്തും, അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴത്തേനും തിരിച്ച് ഇവിടെ എത്തും. അങ്ങനെ എത്തും. ഇവിടെ എണീക്കും, ഇവിടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. എപ്പോഴും ഞാൻ ഇവളുടെ മുമ്പിലുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുമല്ലോ, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വർക്ക് അല്ല, ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനും വർക്ക് ചെയ്യുന്ന പൊക്കത്തും മുകളിലൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്കും പറ്റിക്കഴിഞ്ഞാലും ഇവക്ക് കയറി കിടക്കാനുള്ളൊരു വീട്, ഇവക്കായിട്ടൊരു വീട്, അതെൻ്റെ ഒരു സ്വപ്നം തന്നെ. ഇത്രയും കാലത്തിന് ശേഷം ഇവളുടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് പറയലുണ്ട്, ശ്രീകുട്ടി ഞങ്ങളൊക്കെ പോയാലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ധൈര്യമായിട്ട് കയറി കിടക്കാട്ടോ, നിങ്ങൾക്ക് തന്നെ ഉള്ളതാട്ടോ വീട് എന്നൊക്കെ ഇങ്ങനെ തമാശക്കാണെങ്കിലും പറയും. അപ്പോഴും നമുക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു ആ പയ്യൻ അറിയില്ല അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളത്. എന്താണെങ്കിലും ആ പയ്യൻ്റെ ആഗ്രഹം പോലെ ഒരു വീട്, ഒരു റീപ്ലേസ്മെൻ്റ് ആവുന്നില്ല. ആ പെൺകുട്ടിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരിക്കലും ഇത് റീപ്ലേസ്മെൻ്റ് ആവില്ല. പക്ഷേ ആ പെൺകുട്ടിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ആഗ്രഹം അതായിരുന്നു, ഒരു വീട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇപ്പോൾ ജോലി കൊടുക്കാമെന്നൊക്കെ സർക്കാർ പറയുന്നതായിട്ട് കണ്ടു. ശ്രുതിക്കൊരു വീടും ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ബട്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞാനും നിങ്ങളോടൊക്കെയുള്ള എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എന്താണെങ്കിലും പറ്റുന്നവർ ചെയ്യട്ടെ. മാക്സിമം അവരുടെ ലൈഫിലേക്ക് ബാക്ക് ടു ലൈഫ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നറിയില്ല. കാരണം നമ്മൾ ആ സർവൈവൽ സിറ്റുവേഷനിൽ വന്നിട്ടില്ല. അതും ഇങ്ങനൊരു ഇമ്പാക്റ്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് മൈൻഡിൽ തോന്നുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും എന്തൊരവസ്ഥയാണ് പെൺകുട്ടിയുടെ. ഒരിക്കലും അത് ചിന്തിച്ചാൽ പോലും നിൽക്കുന്നില്ല മനസ്സിൽ.
ഇനിയിപ്പോൾ ഇതിനിടയിൽ ഇത് ന്യൂസിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് ന്യൂസിന് ഞാൻ പ്ലേ ചെയ്യാമെന്ന് പറയാൻ കഴിഞ്ഞാൽ എല്ലാം ന്യൂസാണ്, എന്തും ഇവിടെ ന്യൂസാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു റേറ്റ്, ഒരു ടാഗ് ഇട്ടിട്ട് തന്നെയാണ് ന്യൂസുകാർ അവരുടെ കാര്യങ്ങൾ, ചാനലും സംഗതികളൊക്കെ മുന്നോട്ട് പോവുക. പക്ഷെ ചില കാര്യങ്ങളിൽ ന്യൂസ് ഫീഡ് ചെയ്യുന്നത്, അവർ കയറി മിൽക്ക് ചെയ്യുന്നതൊക്കെ ഒരു തരം ഭയങ്കര ഒരു ചില സമയത്ത് ദേഷ്യം വരും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ഈ പയ്യൻ്റെ ബോഡി കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ ഭയങ്കര ഇമോഷണൽ സീൻസ്, നമുക്ക് ഇന്നലെ ഒന്നും ന്യൂസ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സത്യം പറയല്ലോ, കാണാൻ വയ്യാതെ ആ ഒരു അവസ്ഥയിൽ കമൻട്രി പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു ഗ്ലിംസ് കാട്ടിയിട്ട് മാറ്റ്. നിങ്ങൾ അവിടെ വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ അവരെ കരച്ചിലിൻ്റെ ശബ്ദവും വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങളെ കമൻട്രി ഇട്ട് ഞാൻ കുറച്ചിവിടെ പ്ലേ ചെയ്യാം. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാകും. അതിലൊന്നാണ് ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള നമ്മുടെ വേദന. അത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മരണം അത് ഈ നാടിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എനിക്കെന്തോ ആ കാണിച്ച പരിപാടിയോട് നിങ്ങളവിടെ ജിൻസൺ മരിച്ചു, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഫൈൻ. മരിച്ച വീട്ടിൽ പോയിട്ട് ഒരുമാതിരി ലൈവ് ഇട്ട് കമൻട്രി പറയുന്ന പരിപാടി നിങ്ങൾ എടുത്തോ, ആളുകളെ അറിയിച്ചു. ഇത് കണ്ടിന്യൂസ് ലൈവ് ഇട്ടിട്ട് അവരെ കരച്ചിലും സൂം ചെയ്തിട്ടും കമൻട്രി ബാക്കിലിരുന്ന്, ഇതിപ്പോൾ അവർ കേൾക്കുന്നുണ്ടല്ലോ, ബട്ട് ടി വിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു കമൻട്രി ആണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ വിട്ട് നിന്നിട്ടായിരിക്കും ആ ഒരാൾ മൈക്കും കൊണ്ട് റിപ്പോർട്ടർ സംസാരിക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിലും ഭീകരമായിട്ടുള്ളൊരു കാര്യം, ശ്രുതി ജിൻസനെ അവസാനമായി കാണുന്നു ഹോസ്പിറ്റലിൽ, ആ ബോഡി കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആരുടെ ഇത് ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് ഇത് വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മനുഷ്യന്മാർ തന്നെ ഇടൂ നിങ്ങളൊക്കെ. എന്തോ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം വെച്ചതാണ്. കാര്യം പറയാം, കാണിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമേ വെച്ചാൽ, ഞാൻ റിപ്പീറ്റ് പോലും അത് അടിക്കുന്നില്ല. അതായത് ഓക്കെ കാണിച്ചു കൊടുത്തു, അതൊക്കെ അവരുടെ, പക്ഷേ ആ വെരി പേഴ്സണൽ പ്രൈവറ്റ് സാധനമൊക്കെ നിങ്ങളെടുത്തിട്ട് ഇനി ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഓർമ്മ കാണില്ല, ചിലപ്പോൾ ഷോക്കിലായിരിക്കും ആ പെൺകുട്ടി, ചിലപ്പോൾ ഒന്നും അറിയാതായിരിക്കും, ചിലപ്പോൾ ഇത് ആരാന്ന് പോലും സൈഡിൽ എന്താ നടക്കണമെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ബാക്ക് ടു ലൈഫ് വരുമ്പോൾ ഞാൻ കുട്ടിയുടെ മുന്നിൽ ആ വിഷ്വലി കിടക്കില്ലേ, അറിയാൻ പാടില്ല. എന്താണെങ്കിലും എനിക്ക് ഈ രണ്ട് കാര്യം കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ടൊരു ഒരു ഭയങ്കര, ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ. ആ ഒരു ICUവിൻ്റെ അകത്തുനിന്ന് എங்கே ഈ സാധനമൊക്കെ എടുത്ത് എന്തുവാട്. ഞാനെന്താണെങ്കിലും ഈ പോർഷൻ ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടി വെച്ചതാണ്, പിന്നെയും പറയുന്നത് കാണാൻ വേണ്ടി വെച്ചതാണത്. ഇല്ല എനിക്ക് വെക്കാൻ ഒരു താല്പര്യം എനിക്കില്ല, കാരണം ഇവർ ചെയ്തിട്ടുണ്ട് ഈ പണി, അതും ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് ആക്കി ചെയ്തതുകൊണ്ട് അത് അറിയാൻ വേണ്ടി വെച്ചത്. ഇത് ചെയ്യല്ലേ അത്രേ പറയാനുള്ളൂ. ലൈക്ക് ശരിയല്ല. ഇന്നലെ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ഞാൻ ഇന്നലെ ആ ഒരു സ്റ്റേജ് അല്ലല്ലോ, അതുകൊണ്ട് പറയാതെ വിട്ടതാണ്. എന്താണെങ്കിലും ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ഒരു ഹെവി ഹാർട്ട്, ഭയങ്കര ഒരു ചില സമയത്ത് ഞാനിങ്ങനെ ലൈക്ക് ഇതിന് കണ്ടൻറ്റ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണില്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യില്ല, ഞാൻ കാണില്ല. സ്നേഹം അടുത്തുള്ളപ്പോൾ ഒരു വട്ടം തവണ ഓണായി. സ്നേഹം ലിറ്ററലി ഭയങ്കര കരച്ചിലായിരുന്നു. അവസ്ഥയാണ്, എന്ത് ചെയ്യാനാ. പോയവർ പോയി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഞാനൊക്കെ ഭയങ്കര റാഷ് ഡ്രൈവിങ്ങിൻ്റെ ആൾക്കാരാണ്. വണ്ടി കുത്തിക്കുക, വണ്ടി തട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ ചിന്തിക്കും, ഇത് എത്ര ദിവസം ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകും. മനുഷ്യനാണ്, മറവി എന്ന് പറഞ്ഞാണ് മനുഷ്യൻ്റെ ഏറ്റവും മെയിൻ കാര്യം. എന്താല്ലേ.